നീതിപൂർവം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു പ്രൊമോ തന്നെയായിട്ടോ വന്നിരിക്കുന്നത്. ബെഞ്ചമിൻ അജിത്തിനോടും ഗൗതത്തിനോടും പറയണേ, ഇനി നിങ്ങൾക്ക് അധിക നാൾ രാധികയുടെ മരണ വാർത്തയ്ക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. ആ വാർത്ത അടുത്ത ദിവസം തന്നെ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചിരിക്കും. രാധിക ഉടനെ തന്നെ കൊല്ലപ്പെട്ടിരിക്കും. അങ്ങനെ വളരെ കോൺഫിഡൻറ്റോടുകൂടിയുള്ള ബെഞ്ചമിൻ്റെ ആ സംസാരം കേട്ട സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് ഗൗതമും അജിത്തുമൊക്കെ. പിന്നീട് കാണിക്കുന്നത് രാധിക സിനിമയിലും പാടാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വരുൺ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുവാണ് കേട്ടോ. അങ്ങനെ അവർക്കൊക്കെ അത് കേൾക്കുന്നതും ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. മോൾക്ക് കിട്ടിയത് വളരെ വലിയൊരു അവസരമാണ്. ഈ അവസരം ഇവിടുത്തെ പ്രശ്നങ്ങളുടെ പേരിൽ ഒരിക്കലും കളയാൻ പാടില്ല. എന്നാൽ ഇത് കേൾക്കുന്നതും ദേഷ്യം അടക്കാനാവാതെ നിൽക്കുവാണ് കൽപ്പനയും ഉർവശിയൊക്കെ. അങ്ങനെ കൽപ്പനയും ഉർവശിയൊക്കെ ചെന്ന് അവിടെ നിന്ന് മാറി നിന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുവാണ്. ഈ സമയം പ്രിയങ്കയോടെ കുട്ടികളെ പോലെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും കേട്ടോ. അന്നേരം കൽപ്പന പറയണേ, ഓ എൻ്റെ പ്രിയങ്കയെ, നീ ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ? അവളുണ്ടല്ലോ, ആ രാധിക ഭയങ്കര പ്രശസ്തിയായ ഗായികയാകാൻ പോകുവാണ്. ഒരു വലിയ സിനിമയിലെ പാട്ട് പാടാൻ പോകുവാണ്. നിനക്ക് പഴയ പോലെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരുന്നെങ്കിലേ നമുക്കെല്ലാവർക്കും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതങ്ങ് തടയായിരുന്നു. പാട്ടെങ്ങാനും പുറത്തിറങ്ങി അത് ഹിറ്റായി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അവളെ പിടിച്ചാൽ കിട്ടില്ല. ഈ ലോകം മുഴുവൻ ആരാധകന്മാരുള്ള ഒരു വലിയ ഗായികയായിട്ട് മാറും. അവളുടെ പേരും പ്രശസ്തിയൊക്കെ ഈ നാട് മുഴുവൻ പരക്കും. അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചെറിയമ്മേ. ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് പ്രിയങ്കക്ക് അങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ. പ്രിയങ്ക ദേഷ്യത്തിൽ അവിടെ നിന്ന് എണീറ്റ് പോകുവാണ്. എന്നിട്ട് സുകുമാരിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുക. മുത്തശ്ശി, അവളെ വലിയ സിനിമയിൽ പാടാൻ പോകുവാണെന്നും സിനിമയിൽ അഭിനയിക്കണമെന്നും അതിലൂടെ കുറേ പ്രശസ്തിയും പേരും പണമൊക്കെ നേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല. പകരം അവൾക്കാണല്ലോ മുത്തശ്ശി എല്ലാ ഭാഗ്യങ്ങളും കിട്ടുന്നത്. ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടിയില്ല, അതും അവൾക്ക് തട്ടിപ്പറിച്ചെടുത്തു. വരടിൻ്റെ ഒപ്പം അവൾ സന്തോഷത്തോടു കൂടി ജീവിക്കുവാണ്. ഇപ്പോഴത്തെ ഒരു വലിയ സിനിമയെ പാടി വലിയ ഗായികയാകാൻ പോകുന്നു. അതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല മുത്തശ്ശി, എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഈ സമയം സുകുമാരി പറയണേ, എടി അവൾ പാടിയിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ എൻ്റെ മോളെ വിഷമിപ്പിച്ചുകൊണ്ട് അവൾ ഒന്നും നേടാൻ പോകുന്നില്ല. നീ നോക്കിക്കോ, അവൾ ഈ സിനിമയിൽ പാടില്ലടി. അതും ഈ മുത്തശ്ശി എങ്ങനെയെങ്കിലും മുടക്കും. ഉറപ്പാണോ മുത്തശ്ശി? പിന്നല്ലാതെ. പിന്നീട് വരുണും മുത്തശ്ശിയും രാധികയും കൂടി ഇരുന്ന് സംസാരിക്കുവാണ്. ഈ സമയം വരുണാണെങ്കിൽ സുകുമാരിയുടെയും പ്രിയങ്കേനെയും കൊണ്ടുള്ള ശല്യത്തെക്കുറിച്ചൊക്കെയാണ് കേട്ടോ മുത്തശ്ശിയോട് പറയുന്നത്. അതൊക്കെ കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എടാ തൽക്കാലം ഇപ്പോൾ സുകുമാരി തന്നെ ഇവിടെ ജയിച്ച് നിൽക്കട്ടെ. പക്ഷേ ഇതൊക്കെ കണ്ട് ഞാൻ വെറുതെ ഇരിക്കുവാണെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഒരിക്കലും അല്ല. സുകുമാരിക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. നിങ്ങൾ രണ്ടാളും അതോർത്ത് വിഷമിക്കേണ്ട. എന്താണെങ്കിലും അടുത്ത ദിവസം രാധിക മോളെ സിനിമയിൽ പാടാൻ പോകുമല്ലേ, ആ കാര്യത്തിൽ മാത്രം ഇരിക്കണം മോളുടെ ശ്രദ്ധ. നല്ല പോലെ പാടണം. ഇനി ഈ ലോകം മുഴുവൻ മൂളി നടക്കാൻ പോകുന്നത് മോളുടെ പാട്ടായിരിക്കണം. മുത്തശ്ശിക്കത് കാണണം, അല്ലേടാ പറയണേ. പിന്നല്ലാതെ ഞാനും അതിനല്ലേ കാത്തിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടു കൂടി ഇരിക്കുവാണ് കേട്ടോ രാധിക. പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രാധികേനെയാണ്. ഭഗവാനെ, ഇവിടുത്തെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മനസ്സൊന്നും മാറാനായിട്ട് ഫിദ മാഡം എനിക്കൊരുക്കി തന്ന അവസരം ഇത്. ഒരു വലിയ സിനിമയിൽ പാടാനുള്ള അവസരം. എല്ലാവർക്കും അഭിമാനമാകുന്ന രീതിയിൽ അത് പാടി പൂർത്തിയാക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണേ. അങ്ങനെയൊക്കെ പറഞ്ഞ് രാധിക പ്രാർത്ഥിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുണും രാധികയും പാട്ട് പാടാനായിട്ട് സ്റ്റുഡിയോയിലൊക്കെ പോകുവാണെന്ന് തോന്നുന്നു. ഇതേസമയം അവർക്ക് പിന്നാലെ ബെഞ്ചമിനും ഉണ്ടാകട്ടോ. അങ്ങനെ കാർ നിർത്തി വരുണും രാധികയും കാറിൽ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം രാധിക മുമ്പോട്ട് നടക്കുന്നുണ്ടാവും. അന്നേരം ഒരു സ്ഥലത്ത് മറഞ്ഞു നിന്ന് ബെഞ്ചമിൻ രാധികയ്ക്ക് നേരെ എയിം ചെയ്യുവാണ്. എന്നിട്ട് രാധികയുടെ നെഞ്ചിലേക്ക് തന്നെ വെടിവെക്കുവാണ് കേട്ടോ ബെഞ്ചമിൻ. ഈ സമയം വെടികൊണ്ട് രാധിക അവിടെ വീണു പോകുവാണ്. ആ കാഴ്ച കൊണ്ട് ഷോക്കായി രാധികയെന്നും പലർന്ന് അലറി വിളിച്ചുകൊണ്ട് വരുണു അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. അങ്ങനെ മരണത്തോട് മലയടിച്ച് കിടക്കുന്ന രാധികയെ നെഞ്ചോട് ചേർത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വരുണിനെയും പ്രമോയിൽ കാണിക്കുന്നുണ്ട്. വരുണാണെങ്കിൽ ഇത് ചെയ്തത് ആരാണെന്ന് നോക്കി ചുറ്റും നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് പ്രമോയിൽ കാണിക്കുന്നത്. രാധികയ്ക്കിനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? തൻ്റെ രാധികയെ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന് വരുൺ കണ്ടെത്തുമോ? ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്